യെസ് മെൻ്റർമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്നുള്ള SSLCയുടെ സോഷ്യൽ സയൻസ് പാർട്ട് 1ൻ്റെ 4th അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ ഇമ്പീരിയലിസം, കോൾഡ് വാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ പോയിൻറ്റ്സുകളും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് തന്നെ പ്രധാനപ്പെട്ട ചില വൺ വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം ഈ പാർട്ടിൽ നിങ്ങൾക്ക് കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ിലേക്ക് പോകാം. 1453 തുർക്കികൾ കീഴടക്കിയ നഗരം ഏതാണ്? സംഭവത്തോടു കൂടിയാണ് മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക്, അതായത് മെഡീവിയൽ വേൾഡിൽ നിന്നും മോഡേൺ വേൾഡിലേക്കുള്ളൊരു മാറ്റം സംഭവിക്കുന്നത്. ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടുകൂടിയാണ് മോഡേൺ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ദ സിറ്റി ക്യാപ്ചേർഡ് ബൈ ടർക്സ് ഇൻ 1453 ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സീ റൂട്ട് ടു ഇന്ത്യ ഡിസ്കവേർഡ് ബൈ വാസ്കോ ഡ ഗാമ. ആരാണ്? ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാരായിരുന്നു? വാസ്കോ ഡ ഗാമ. അപ്പോൾ ഇതിനു മുമ്പ് പലരും പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. എന്നാൽ കറക്റ്റായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഒരു കപ്പിത്താനാണ് ആര്? വാസ്കോ ഡ ഗാമ. നിങ്ങൾ നന്നായിട്ട് ഓർത്തിരുന്നോണേ. ദ ഇയർ വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന വർഷം ഏതായിരുന്നു? 1498 എന്നാണ്. 1498. പ്ലേസ് വെ വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ കാലുകുത്തിയ സ്ഥലം ഏതായിരുന്നു മക്കളെ? കപ്പാട് അല്ലേ? അതായത് കോഴിക്കോടുള്ള കപ്പാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യമായിട്ട് കാലുകുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലോറർ ഹു റീച്ച് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ള സ്ഥലത്തെത്തിയ ആദ്യത്തെ പര്യവേഷകൻ അല്ലെങ്കിൽ എക്സ്പ്ലോറർ ആരായിരുന്നു മക്കളെ? ബർത്തലോമിയോ ഡയസ്. ഡയസ് ആരായിരുന്നു? ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ ഒരു മുനമ്പായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ വലിയ അന്തരീക്ഷ മർദ്ദവും ഒക്കെ നിലനിന്നിരുന്നതുകൊണ്ട് അതിന് ആ പ്രത്യേക ഭാഗത്ത് ഭയങ്കര സ്റ്റോംസ് ഒക്കെ എപ്പോഴും രൂപപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ഒരു മുനമ്പിനെ ഇട്ട പേര് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നായിരുന്നു. എന്നാൽ പോർച്ചുഗീസ് രാജാവായ ജോൺ രണ്ടാമൻ എന്ത് ചെയ്തു? ഇതിന് വീണ്ടും റീനെയിം ചെയ്യുകയാണ്. അങ്ങനെയാണ് കേപ്പ് ഓഫ് ഹോപ്പ് എന്നുള്ള പേര് വന്നത്. അതായത് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുനമ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ഏത് വർഷമാണ് അദ്ദേഹം കേപ്പ് ഓഫ് ഹോപ്പിലെത്തിയത്? 1488. 1488. അതൊന്ന് ഓർത്ത് വെച്ചോണേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാൻ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു തരാം. ഓർത്തിരുന്നോണേ. ഡയസ് 1488 ഗുഡ് ഹോപ്പ് ഇന്ത്യ റൂട്ട്. ഡയസ് 1488 ഗുഡ് ഹോപ്പ് ഇന്ത്യ റൂട്ട്. അങ്ങനെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചൊന്ന് ഓർത്തിരിക്കണേ. ഏറ്റവും PSC എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സോഷ്യൽ സയൻസ് പാർട്ടിൽ നിന്ന് ഈ ഒരു പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഇറ്റാലിയൻ എക്സ്പ്ലോറർ ഹു റീച്ച് ബഹാമസിലെത്തിയ ആദ്യത്തെ ഇറ്റാലിയൻ എക്സ്പ്ലോറർ ആരായിരുന്നു? ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. ദ ഇയർ കൊളംബസ് റീച്ച് ബഹാമസിൽ കൊളംബസ് എത്തിച്ചേർന്ന വർഷം ഏതായിരുന്നു? 1492. 1492 എന്നാണ്. 1492. എക്സ്പ്ലോറർ ഹു പ്രൂവ്ഡ് അമേരിക്ക വാസ് എ ന്യൂ കോണ്ടിനെൻറ്റ് ആയിരുന്നു മക്കളെ? അമേരിക്കോ വെസ്പുച്ചിയുടെ ഒരു ഓർമ്മ സൂചകമായിട്ടാണ് എന്ത് ചെയ്തത്? അമേരിക്കയ്ക്ക് ആ ഒരു പേര് നൽകിയത്. എന്ത് ചെയ്തു? താൻ കണ്ടെത്തിയ പുതിയ ഭൂഖണ്ഡം അത് ഏഷ്യയുടെ ഭാഗമല്ല, മറിച്ച് അത് പുതിയൊരു ഭൂഖണ്ഡം തന്നെയാണ്, അത് അമേരിക്കയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു ഭൂഖണ്ഡത്തിന് അമേരിക്ക എന്ന പേര് നൽകുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ നാവികനായിരുന്നു, ഒരു എക്സ്പ്ലോറർ ആയിരുന്നു അദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാവിഗേഷൻ സ്കൂൾ ഫൗണ്ടഡ് ബൈ പ്രിൻസ് ഹെൻറി ഓഫ് പോർച്ചുഗൽ. പോർച്ചുഗലിലെ പ്രിൻസ് ഹെൻറിയാണ് നാവിഗേഷൻ സ്കൂള് സ്ഥാപിച്ചത്.
യാത്രയെക്കുറിച്ചും നാവിഗേഷൻ രീതികളെക്കുറിച്ചുമൊക്കെ പുതിയ അറിവുകൾ നൽകുകയും പുതിയ കടൽപ്പാത കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു നാവിഗേഷൻ സ്കൂൾ എന്ന് പറയുന്നത്. സമുദ്ര പര്യവേഷണത്തെക്കുറിച്ചൊക്കെയുള്ള സ്കൂൾ സ്ഥാപിച്ചത് ആരായിരുന്നു? പ്രിൻസ് ഹെൻറി ആയിരുന്നു. പോർച്ചുഗീസുകാരനായിരുന്നു അദ്ദേഹം. പ്രിൻസ് ഹെൻറി എസ്റ്റാബ്ലിഷ്ഡ് നാവിഗേഷൻ സ്കൂൾ. അദ്ദേഹം നാവിഗേഷൻ സ്കൂൾ ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1419. പോർച്ചുഗീസ് ക്യാപ്ചർ സ്യൂട്ട ഇൻ 1415. എന്നാണ് പോർച്ചുഗീസുകാർ സ്യൂട്ട എന്ന് പറയുന്ന സിറ്റി പിടിച്ചെടുത്തത്? 1415. 1415 അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ, എളുപ്പമുണ്ട് ഓർത്തിരിക്കാൻ. വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പെയിനിൻ്റെ സ്വയംഭരണാധികാരമുള്ള ഒരു തുറമുഖ നഗരമായിരുന്നു സ്യൂട്ട എന്ന് പറയുന്നത്. ആദ്യം യൂറോപ്യൻ എക്സ്പെഡീഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലോറർ ഹൂ ഡിസ്കവേർഡ് ബ്രസീൽ. ബ്രസീൽ കണ്ടെത്തിയ എക്സ്പ്ലോറർ ആരായിരുന്നു? സമുദ്ര പര്യവേഷകൻ ആരായിരുന്നു? പെഡ്രോ അൽവാരസ് ക്യാബ്രൽ കേട്ടോ. ഇതിലേക്ക് പോയാലോ. എക്സ്പ്ലോറർ ഹൂ ഫസ്റ്റ് സർക്കംനാവിഗേറ്റഡ് ദ ഗ്ലോബ്. ആദ്യമായിട്ട് ലോകം ചുറ്റി സഞ്ചരിച്ച നാവിഗേറ്റർ ആരായിരുന്നു, അല്ലെങ്കിൽ സമുദ്ര പര്യവേഷകൻ ആരായിരുന്നു? ഫെർഡിനാൻഡ് മഗല്ലൻ. എക്സ്പ്ലോറർ ഹൂ ഡിസ്കവേർഡ് ന്യൂഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയ ആൾ ആരായിരുന്നു? ജോൺ കബോട്ട്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ വൺ വേർഡാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊളോണിയലൈസേഷൻ? കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? Colonialization is the process by which a country establishes political, economical and cultural control over another region. ഇത് കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഒക്കെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ആ രാജ്യത്തെ കീഴടക്കി ഭരിക്കുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക അധികാരം സ്ഥാപിക്കുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? മൂന്ന് കാര്യം ഓർത്തിരിക്കണം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ്? രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക കാര്യം. ഏതൊക്കെ? രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക കാര്യം. ഈ മൂന്ന് കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചല്ലോ. നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിച്ച്. ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് ആർ അറ്റ്ലാന്റിക് ഐലൻഡ്സ്? അറ്റ്ലാന്റിക് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐലൻഡ്സ് ലൊക്കേറ്റഡ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ വെസ്റ്റ് ഓഫ് ആഫ്രിക്ക. എക്സാമ്പിൾസ്: അസോറസ്, കാനറി, കേപ്പ് വെർഡ്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ദ്വീപുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അറ്റ്ലാന്റിക് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? മഡേറ, അസോറസ്, കാനറി, കേപ്പ് വെർഡ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോണേ. അടുത്തൊരു പാർട്ടിലേക്ക് പോയാലോ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൈ ഡിഡ് യൂറോപ്യൻസ് സ്റ്റാർട്ട് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ? യൂറോപ്യൻസ് ജോഗ്രഫിക്കലായിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് ഒക്കെ ആരംഭിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഇവിടെ 5 റീസൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. നമ്മൾ കണ്ടതാണ് അല്ലേ, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കി. ബ്ലോക്ക്ഡ് ഓൾഡ് ട്രേഡ് റൂട്ട്സ് എന്ന് വെച്ചാൽ പഴയ വ്യാപാര മാർഗ്ഗങ്ങളൊക്കെ തടസ്സപ്പെട്ടു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ, നീഡ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ. അതായത് മുളക് അല്ലെങ്കിൽ കുരുമുളക് പോലെയുള്ള മസാലകളുടെ ആവശ്യം. അല്ലെങ്കിൽ ബ്ലാക്ക് ഗോൾഡിൻ്റെ നാടായിട്ടുള്ള ഇന്ത്യയെ തേടി അവർ വന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അടുത്തത്, ഡിസയർ ഫോർ ഗോൾഡ് ആൻഡ് വെൽത്ത്. അതായത് പുതിയ സമ്പത്ത് കണ്ടെത്താനുള്ള ആഗ്രഹം. അതായത് ഗോൾഡ് ധാരാളമുള്ള രാജ്യങ്ങൾ കൈയടക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ വസ്തുക്കളും സമ്പത്തുമൊക്കെയുള്ള രാജ്യങ്ങൾ കൈയടക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ ഈ നാവിഗേറ്റേഴ്സ് പല രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അടുത്തത്, ഡെവലപ്മെൻറ്റ് ഓഫ് നാവിഗേഷൻ ടെക്നോളജി. നാവിഗേഷൻ സാങ്കേതിക വിദ്യയുടെ വികസനം ഈ കാലഘട്ടത്തിലുണ്ടായി. അതും ഒരു കാരണമാണ്. ിലേക്ക് നമുക്ക് പോകാം. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ യൂറോപ്യൻ എക്സ്പ്ലോറേഷൻ. യൂറോപ്യൻ എക്സ്പ്ലോറേഷനെ സഹായിച്ച ഫാക്ടേഴ്സ് നിങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത് നമുക്ക് പറയുന്ന അഡ്വാൻസ്ഡ് ഷിപ്സ് ആണ്. അതായത് ശക്തമായ കപ്പലുകൾ, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കപ്പലുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പസസ് ആൻഡ് നാവിഗേറ്റേഴ്സ് ടൂൾസ്. അപ്പം നേരത്തെക്കാളും കൂടുതൽ വികസിതമായിട്ടുള്ള രീതിയിലുള്ള നാവിഗേറ്റേഴ്സിൻ്റെ ടൂൾസുകൾ, കോമ്പസസുകളൊക്കെ ഇരിക്കുന്നതും അത് പുതിയ ദിശയിലേക്കുള്ള അവരുടെ എക്സ്പ്ലോറേഷൻസൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറുകയാണ്. പാട്രണേജ് ഓഫ് റൂളേഴ്സ് ബൈ മിലിറ്ററി സ്ട്രെങ്ത്. അപ്പം ഈ സൈനിക ശക്തിയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള രാജാക്കന്മാരുടെ പിന്തുണ ഈ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നവരെ വളരെയേറെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഇന്ത്യ എടുത്താൽ തന്നെ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായിട്ട് കടന്നു വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് രാജവംശം തന്നെ വളരെയേറെ സപ്പോർട്ടുകൾ നൽകുകയും സൈനിക ബലമൊക്കെ അവർക്ക് വേണ്ടി നൽകപ്പെടുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവരെ സഹായിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ഇൻ ഷെയറിങ്ങാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ യാത്രയുടെ പരിചയം. കടൽ യാത്രകൾ ചെയ്തിട്ടുള്ള ആളുകൾ കടലിൻ്റെ ആ ഭാവത്തിനും അല്ലെങ്കിൽ കാറ്റിനും അല്ലെങ്കിൽ കടലിൻ്റെ ആ ഭാവമാറ്റത്തിനും ഒക്കെ അനുസരിച്ച് യാത്ര ചെയ്യുകയും ദിശകളെയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. കാലഘട്ടത്തിലുണ്ടായ കാർട്ടോഗ്രാഫിയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഓഫ് കാർട്ടോഗ്രാഫി ആൻഡ് ആസ്ട്രോണമി, ഭൂപടം, ചാർട്ട്, ഗ്ലോബ് എന്നിവ നിർമ്മിക്കുന്നതിന് ഇവയെക്കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുരോഗമനവും അതുപോലെ ജ്യോതിശാസ്ത്രവും ഒക്കെ ഇവർക്ക് വളരെയേറെ സഹായകമായി മാറുകയാണ്. അപ്പം ഈ നക്ഷത്രങ്ങളുടെയും ആകാശത്തിൻ്റെയും ഒക്കെ ഭാവം നോക്കി പ്രകൃതിയെക്കുറിച്ച് പ്രവചിക്കുവാനും മുന്നോട്ട് പോകാനും ഒക്കെ അവരെ സഹായിച്ച ഘടകങ്ങളാണ്. നക്ഷത്രങ്ങളെ നോക്കി അവർ യാത്ര ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇതിലുണ്ടായ വലിയൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവരെ വലിയ കൊണ്ടെത്തിക്കുകയാണ്. അപ്പം ചെന്നെത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് ചെന്നെത്തുവാനും രാജ്യങ്ങൾക്ക് വേണ്ടി പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ ഇവരെ സഹായിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ ഈ ജോഗ്രഫിക്കലായുള്ള എക്സ്പ്ലോറേഷൻസ് ഒക്കെ കുറേ നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് രീതിയിലുള്ള കോൺസിക്വൻസസ് ആണ് ഉണ്ടായത്, അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് നടന്ന കാര്യം റൈസ് ഓഫ് അറ്റ്ലാന്റിക് ട്രേഡ്. അറ്റ്ലാന്റിക് സമുദ്രം വഴിയുള്ള ട്രേഡ് വർദ്ധിച്ചു. ട്രേഡ് റൂട്ട്, പുതിയ ട്രേഡ് റൂട്ട് അവർ കണ്ടുപിടിക്കുകയാണ് അറ്റ്ലാന്റിക് വഴി. മെഡിറ്ററേനിയൻ സമുദ്രം വഴിയായിരുന്നു ആദ്യം അവർ വ്യാപാര ബന്ധങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇത് വളരെ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ചെന്നെത്തുവാൻ, അമേരിക്കയിലേക്കൊക്കെ ചെന്നെത്താൻ ഇച്ചിരി വളഞ്ഞ വഴിയാണ്. എന്നാൽ അറ്റ്ലാന്റിക് വഴിയുള്ള ആ ഒരു ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെ തമ്മിൽ യൂറോപ്പിനെയും അമേരിക്കയും ആഫ്രിക്കയും ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു വഴിയാണ്. അപ്പോൾ ഇതുമൂലം രാജ്യങ്ങൾ സമ്പന്നമാകുകയാണ്. ഇംഗ്ലണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സമ്പന്നമാകുകയാണ്. അങ്ങനെ രണ്ടാമത്തെ കാരണം നമ്മൾ കാണുകയാണ് ഡിക്ലൈൻ ഓഫ് മെഡിറ്ററേനിയൻ ട്രേഡ്. മെഡിറ്ററേനിയൻ ഉണ്ടായ വ്യാപാര ബന്ധങ്ങളൊക്കെ വളരെ കുറയുകയും മറിച്ച് അത് അറ്റ്ലാന്റിക് സമുദ്രം വഴി അത് ആരംഭിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊളോണിയലൈസേഷൻ ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. അമേരിക്കയിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ രാജ്യങ്ങളിൽ നടന്ന കോളനിവൽക്കരണം. പല ബ്രിട്ടൻ, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോയി എന്ത് ചെയ്തു, ഈ ആഫ്രിക്ക, അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഒത്തിരി രാജ്യങ്ങളെ തങ്ങളുടെ കോളനികളാക്കി മാറ്റി. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് യൂറോപ്യൻ കൾച്ചർ. യൂറോപ്യന്മാരുടെ ഒരു സംസ്കാരം ലോകത്താകമാനം വ്യാപിക്കുകയും ലോകത്ത് തന്നെ യൂറോപ്യന്മാരുടെ മേൽക്കോയ്മ വളരെ വർദ്ധിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് പല പല മാറ്റങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു സവിശേഷത എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സ്ലേവറി, അല്ല അടിമ വ്യാപാരം വളരെ ശക്തമാവുകയാണ്. ഇതിൽ നിന്ന് അമേരിക്കയിലേക്ക് അടിമകളായിട്ടുള്ള ആളുകളെ കൊണ്ടുപോവുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു കച്ചവടം അവിടെ ആരംഭിക്കുകയാണ്. ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ട്രേഡിൻ്റെ വലിയൊരു വർധനവ് അവിടെ ഉണ്ടാവുകയാണ്. നമ്മുടെ ട്രേഡ് എന്താണെന്ന് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ട്രയാങ്കുലർ ട്രേഡിൻ്റെ ഒരു വർധനമാണ് ഈ യൂറോപ്യൻ എക്സ്പ്ലോറേഷൻ മുഖേന ഉണ്ടായ മറ്റൊരു കാര്യം. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് മെർക്കന്റിലിസം എന്നാണ്. മെർക്കന്റിലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് വെൽത്ത് മെഷേർഡ് ബൈ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്തായി മാറി? ഗോൾഡ് സിൽവറും അല്ലേ, സ്വർണവും വെള്ളിയും. ഇനി രണ്ടാമത്തെ കാര്യം ഇൻക്രീസസ് എക്സ്പോർട്ട്സ്. ഈ കയറ്റുമതി കൂടുതലായി. റെഡ്യൂസ് ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു രാജ്യം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അത് കോളനീസ് യൂസ്ഡ് ഫോർ റോ മെറ്റീരിയൽസ്. അസംസ്കൃത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കോളനികളെ ചൂഷണം ചെയ്യൽ ആരംഭിച്ചു. അതായത് ഇന്ത്യയാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും അല്ലേ. അസംസ്കൃത സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യന്മാർ മത്സരിച്ച് ഇവിടെ കടന്നു വന്നത്. ഗവൺമെൻറ് കൺട്രോൾ ഓവർ ട്രേഡിൻ്റെ മേളിൽ സർക്കാരിൻ്റെ വലിയൊരു നിയന്ത്രണം. അപ്പോൾ ഏത് രാജ്യമാണോ കടന്നു വരുന്നത് ആ രാജ്യത്തിൻ്റെ മാതൃരാജ്യം ട്രേഡിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. നമുക്ക് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവിടുത്തെ മാതൃരാജ്യമായ ബ്രിട്ടൻ്റെ സഹായം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ട്രയാങ്കുലർ ട്രേഡ്? ട്രയാങ്കുലർ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എ ട്രേഡ് സിസ്റ്റം കണക്റ്റിംഗ് യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? ഇതൊരു ട്രേഡ് സിസ്റ്റമാണ്, വ്യാപാര ബന്ധമാണ്. ആരൊക്കെ തമ്മിലുള്ളതാണ്? 3 രാജ്യങ്ങൾ തമ്മിലാണ്.
ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, 3 വശങ്ങളുള്ള കോണിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രാജ്യം 3യിലേക്ക് വരുന്ന ആ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. അങ്ങനെ ഈ 3 പ്രദേശങ്ങളും കൂടിയിട്ടുള്ള ഈ വ്യാപാരത്തിൻ്റെ ഒരു സിസ്റ്റമാണ്, വ്യാപാര ബന്ധത്തിൻ്റെ ഒരു സംവിധാനമാണ് എന്തെന്നറിയപ്പെടുന്നത്, ത്രികോണ വ്യാപാരം എന്നറിയപ്പെടുന്നത്. നടന്നു നോക്കാം. യൂറോപ്പിൽ നിന്ന് വ്യാപാര സാധനങ്ങളാണ് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയത്. ഗുഡ്സുകൾ, മദ്യം, ആയുധം, വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് എന്തായിരുന്നു അവർ വ്യാപാരം നടത്തിയിരുന്നത്? സ്ലേവ്സിനെയായിരുന്നു. ആഫ്രിക്കയിൽ നീഗ്രോസിനെയൊക്കെ സ്ലേവ്സ് ആയിട്ട് അവർ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അമേരിക്കയിൽ എത്തിക്കുകയാണ് അവർ ചെയ്തത്. ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലോട്ട് അടിമകളെ കയറ്റി അയക്കുന്നതിന് മിഡിൽ പാസേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. പകരമായിട്ട് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് എന്തൊക്കെ സാധനങ്ങളായിരുന്നു അവർ കയറ്റുമതി ചെയ്തിരുന്നത്? ഷുഗർ, കോട്ടൺ, വൈൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത് യൂറോപ്പിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണേ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ഈസി ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ ഇക്വേഷൻ പോലെ ഒന്ന് ഓർത്തിരിക്കുക. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, അങ്ങനെ ഓർത്തിരിക്കുക. ഗുഡ്സ്, സ്ലേവ്സ്, പ്ലാന്റേഷൻ പ്രൊഡക്ട്സ്. ഗുഡ്സ്, സ്ലേവ്സ്, പ്ലാന്റേഷൻ പ്രൊഡക്ട്സ്. യൂറോപ്പിൽ ഗുഡ്സ്, ആഫ്രിക്കയിൽ സ്ലേവ്സ്, അമേരിക്കയിൽ പ്ലാന്റേഷൻ പ്രൊഡക്ട്സ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ രാജ്യവും വ്യാപാരം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അവരെന്താണോ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബുള്ളിയൻ? ബുള്ളിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗോൾഡ് ആൻഡ് സിൽവർ കളക്റ്റഡ് ആസ് എ വെൽത്ത് ആൻഡ് യൂസ്ഡ് ടു കറൻസി ആൻഡ് ട്രേഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇവിടെ വ്യാപാരത്തിനും വാണിജ്യത്തിനും ട്രേഡിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്വർണം, വെള്ളി എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? ബുള്ളിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത്, വാട്ട് ഈസ് മെർക്കൻറ്റലിസം? മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇക്കണോമിക് പോളിസി വേർ എ കൺട്രി ട്രൈസ് ടു ഇൻക്രീസ് ദ എക്സ്പോർട്ട് ആൻഡ് റെഡ്യൂസ് ഇമ്പോർട്ട് ടു അക്യുമുലേറ്റ് ഗോൾഡ് ആൻഡ് സിൽവർ. അതായത് കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിലേക്ക് വരുന്ന സ്വർണത്തിൻ്റെയും വെള്ളിയെയും ഒക്കെ വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു നയമാണ്, സാമ്പത്തിക നയമാണ് എന്തെന്നറിയപ്പെടുന്നത്? മെർക്കൻറ്റലിസം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ രാജ്യങ്ങളിലുള്ള സ്വർണവും വെള്ളിയും നമ്മൾ കയറ്റുമതി ഏത് രാജ്യത്തേക്കാണ് ചെയ്യുന്നത്, ആ രാജ്യത്തു നിന്നുള്ള സ്വർണവും വെള്ളിയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരും അല്ലേ? അപ്പോൾ രാജ്യത്തേക്ക് വരുന്ന സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള സാമ്പത്തിക വ്യാപാര നയമാണ് ഈ ഒരു മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി ഫോംഡ് ബൈ പൂളിംഗ് ക്യാപിറ്റൽ ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ത്രൂ ഷെയർസ്. പലരിൽ നിന്നും ഷെയർ ആയിട്ട് മൂലധനം സ്വരൂപിച്ച് സ്ഥാപിക്കപ്പെടുന്ന കമ്പനീനെയാണ് എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മർച്ചൻറ്റ് ക്യാപിറ്റലിസം? മർച്ചൻറ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിക് സിസ്റ്റം വെയർ മർച്ചൻസ് കൺട്രോൾഡ് ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ യൂസിങ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ വ്യാപാരികൾ ഗ്രാമങ്ങളിൽ ഉൽപ്പാദനമൊക്കെ നടത്തിയിട്ട് അവർ ലാഭം നേടുന്ന ഒരു രീതിയാണ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മർച്ചൻറ്റ് ക്യാപിറ്റലിസം നമ്മൾ പഠിച്ചു. ഇനി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇക്കണോമിക് സിസ്റ്റം ലാർജ് സ്കെയിൽ ഫാക്ടറീസ് പ്രൊഡക്ഷൻ യൂസിങ് മെഷീൻസ് ഈസ് ഡോമിനൻറ്റ്. അപ്പോൾ യന്ത്രങ്ങളും ഫാക്ടറികളുമൊക്കെ ഉപയോഗിച്ച് വലിയ തോതിൽ നടത്തുന്ന ആ വ്യാപാര വ്യവസായ സംവിധാനത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇനിയാണ് മക്കളെ നമ്മൾ പ്രധാന ഭാഗത്തിലോട്ടെത്തുന്നത്, വാട്ട് ഈസ് ഇമ്പീരിയലിസം. അപ്പം നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒക്കെ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവമാണിത്. ആണ് സാമ്രാജ്യത്വം. വാട്ട് ഈസ് ഇമ്പീരിയലിസം? എ പോളിസി വേർ എ കൺട്രി എക്സ്റ്റെൻഡഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ കൺട്രോൾ ഓവർ അതർ ടെറിട്ടറീസ് ആർ കോൾഡ് ഇമ്പീരിയലിസം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മേഖലകളിൽ അധികാരം സ്ഥാപിച്ച് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഈ അനേകം യൂറോപ്യന്മാർ ഇതുപോലെ കടന്നു വന്നിരുന്നു അല്ലേ? സാമ്രാജ്യത്വ മോഹവുമായിട്ട് അവർ കടന്നു വന്നിരുന്നു. ആരാ? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, അവസാനം വന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആയിട്ടുള്ള ഭരണം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ അധികാരം സ്ഥാപിച്ച് ഇന്ത്യ അടിച്ചമർത്തി ഭരിക്കുകയൊക്കെ ചെയ്തല്ലേ? ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ ഇന്ത്യയാണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ടോട്ടാലിറ്റേറിയനിസം? ടോട്ടാലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എ പൊളിറ്റിക്കൽ സിസ്റ്റം വെയർ ദ സ്റ്റേറ്റ് കൺട്രോൾ ഓൾ ദ ആസ്പെക്ട് ഓഫ് ലൈഫ് ആൻഡ് സപ്രസസ് ഇൻഡിവിജ്വൽ ഫ്രീഡം.
ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നതും ഇമ്പീരിയലിസത്തിൻ്റെ വേറൊരു പതിപ്പാണ്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ അധികാരം പുലർത്തുന്നതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. എന്നാൽ ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത് രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുക്കാതെ അവിടെ എല്ലാ മേഖലകളെയും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്, നിയന്ത്രിച്ചുകൊണ്ട് നിലനിർത്തുന്ന അധികാരമാണ് എന്ത് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഓർക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ജർമ്മനിയിലെ ഹിറ്റ്ലറും ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയും സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ തുടങ്ങിയിട്ടുള്ള ഭരണാധികാരികളാണ്. അപ്പം വൺ ലീഡർ നോ ഫ്രീഡം, അതാണ് ശരിക്കും അതിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. യാതൊരു ഫ്രീഡവും ഉണ്ടായിരിക്കില്ല, സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും, അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ ശക്തമായിട്ട് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയും, സർക്കാരിനെതിരായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രചാരണങ്ങളും ഒന്നും നടത്താതെ പൂർണ്ണ കൺട്രോൾ ഈ ഒരു ലീഡറിൻ്റെ കീഴിലായിരിക്കും. ആ ഒരു രീതിയിലുള്ള ഭരണകൂടമാണ് ഈ ഒരു ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടാലിറ്റേറിയനിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് റിജക്ഷൻ ഓഫ് ഡെമോക്രസി, രണ്ടാമത് ഡിക്റ്റേറ്റർഷിപ്പ്, മൂന്നാമത് എക്സ്ട്രീം നാഷണലിസം, നാലാമത് സപ്രഷൻ ഓഫ് ഒപ്പോസിഷൻ, അഞ്ചാമത് ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസിയോടുള്ള, ജനാധിപത്യത്തോടുള്ള എതിർപ്പ്, രണ്ടാമത് സ്വേച്ഛാധിപത്യം, മൂന്നാമത് എക്സ്ട്രീം നാഷണലിസം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ദേശീയത, സപ്രഷൻ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് എതിർപ്പുകളോടുള്ള അടിച്ചമർത്തൽ, അതായത് ആരെങ്കിലും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്തുക, ജയിലിലിടുക, കൊല്ലുക എന്നുള്ള രീതിയായിരുന്നു. ഇനി അടുത്ത ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ, അവർ യുദ്ധത്തെയും യുദ്ധ രീതിയിലുള്ള ആക്രമണത്തെയൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്തു, പ്രകീർത്തിച്ചു. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ഫാസിസം? ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടോട്ടാലിറ്റേറിയൻ ഐഡിയോളജി ഇൻ ഇറ്റലി ലെഡ് ബൈ ബെനിറ്റോ മുസോളിനി. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബെനിറ്റോ മുസോളിനിയുടെ കാര്യമൊന്നും ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു പോയതാണ് അല്ലേ. അതായത് ഇറ്റലിയിൽ നിലനിന്നിരുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായിരുന്നു ആര്? ബെനിറ്റോ മുസോളിനി. മുസോളിനി നയിച്ച ടോട്ടാലിറ്റേറിയൻ ഐഡിയോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ത് ഫാസിസം എന്ന് പറയുന്നത്. നാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച ടോട്ടാലിറ്റേറിയൻ ഐഡിയോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു സംഘടനയായിരുന്നു നാസിസം. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള രാജ്യമാക്കി മാറ്റാൻ, സൈനിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ജർമ്മനിയിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ജനതയെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അതായത് ഇന്ത്യൻ റേസ് സുപ്പീരിയോറിറ്റി എന്ന് പറയും, ആ ഒരു തത്വം വ്യാപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തന്നെ തൻ്റെ പ്രസ്ഥാനത്തെ എതിർത്ത മറ്റാളുകളെയൊക്കെ അടിച്ചൊതുക്കി. അതുപോലെ തന്നെ യഹൂദന്മാർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട ആളായിരുന്നു ഈ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ശക്തനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായിട്ട് മാറി ഈ അഡോൾഫ് ഹിറ്റ്ലർ. ഫാസിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നാസി എന്ന് ഓർക്കുക. എന്ന് പറയുന്നത് നാഷണലിസമാണ്, തീവ്രമായിട്ടുള്ള ദേശീയതയാണ് അഡോൾഫ് ഹിറ്റ്ലറിൽ ആകമാനം വ്യാപിപ്പിച്ചത്. അതുപോലെ തന്നെ എന്ന് പറയുന്ന ആര്യൻ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആര്യന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വംശം, ലോകത്തിലെ ഏറ്റവും മികച്ച വംശമെന്നും അങ്ങനെ ആ രീതിയിലുള്ള തങ്ങളുടെ ജനതയെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണം. അപ്പോൾ ലോകം ഭരിക്കാൻ യോഗ്യതയുള്ള ഒരേ ആളുകൾ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ആളുകളാണ്, ജർമ്മൻ വംശജരാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വംശജരെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇനി ഇസഡ് എന്ന് പറയുന്നത് സീറോ ഫ്രീഡമാണ്, അതായത് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഫ്രീഡവും ഇല്ലായിരുന്നു. എന്ന് പറയുന്നത് ഇൻടോളറൻസ് ആണ്. മുഖ്യ ശത്രുവായിട്ടായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവിടേക്ക് ജൂതന്മാരെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദം. അവരോട് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തീവ്രമായ ദേശീയത പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഇതിൻ്റെ സവിശേഷതകൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഫാസിസം, അതായത് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്, ത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഫോഴ്സ് ചെയ്യുന്ന, അടിച്ചമർത്തുന്ന രീതിയിലൊരു ഭരണകൂടമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറയുന്ന അതോറിറ്റി ഓഫ് ലീഡർ, അതായത് ഇതിൻ്റെ ഭരണാധികാരിയാണ് എല്ലാ കാര്യത്തിലും പരമാധികാരം പുലർത്തിയിരുന്നത്. ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നുമില്ലായിരുന്നു. തൻ്റെ അധികാരം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റി ഓഫ് ലീഡർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അടുത്ത പോയിന്റ് എസ് ആണ്, സ്ട്രോങ് നാഷണലിസം. തീവ്രമായ ദേശീയത പ്രചരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ജനങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ജയിക്കേണ്ടവരാണെന്നുള്ള രീതിയിലുള്ള വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്ന് പറയുന്നത് ഇൻടോളറൻസ് ടു ഓപ്പോസിഷൻ, എതിർക്കുന്നവരോടൊക്കെ
ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. അവരെ കൊല്ലുകയും അതുപോലെ തന്നെ ജയിലിൽ ഇടുകയും ഒക്കെ ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സി എന്ന് പറയുന്ന കൺട്രോൾ ഓഫ് മീഡിയ, അതായത് മാധ്യമങ്ങളെല്ലാം നിയന്ത്രിച്ചു. അതായത് ഭരണാധികാരിക്കെതിരായി ശബ്ദമുയർത്തുന്ന എല്ലാ മാധ്യമങ്ങളെയും വിലക്ക് ഏർപ്പെടുത്തുകയും മാധ്യമങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ നിരസിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനം രാജ്യത്തിന് നൽകണമെന്നൊരാശയം അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനവും ഒക്കെ ഇദ്ദേഹം നിലവിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എസ് എന്ന് പറയുന്ന സ്ട്രോങ് മിലിറ്ററി, അതായത് രാജ്യത്തെ വലിയ ശക്തിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് പരിശീലനമൊക്കെ നൽകി ശക്തമായിട്ടുള്ള സൈന്യത്തെ വളർത്തിയെടുത്തുകൊണ്ട് വന്നു. ഫാസിസത്തിൻ്റെ എം എന്ന് പറയുന്നത് മുസോളിനിന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സവിശേഷതകളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ആകമാനം നിലനിന്നിരുന്ന ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ മോഹം എന്തിലേക്കാണ് ചെന്ന് കലാശിച്ചത്? വലിയൊരു യുദ്ധത്തിലേക്കാണ് ചെന്ന് കലാശിച്ചത്, അല്ലേ? ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് കോസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കാനുണ്ടായ കാരണം, അപ്പോൾ എന്ന് വരെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്? 1914 to 1918 കേട്ടോ, മറക്കരുത്. 1914 to 1918 എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടു പോകും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കോസസ് എന്ന് പറയുന്നത് ഇമ്പീരിയലിസ്റ്റ് റൈവൽറി ആയിരുന്നു. അതായത് സാമ്രാജ്യത്വ മത്സരം, അതായത് തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? യൂറോപ്പിൽ അല്ല ലോകത്താകമാനം, യൂറോപ്പിൽ മാത്രമല്ല ലോകത്താകമാനം തങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വളരെ ശക്തമായിട്ട് പല വിദ്വേഷത്തോടെയും കഠിനമായിട്ടുള്ള മത്സരത്തിലൂടെയുമാണ് കോളനികൾ, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളെ കീഴടക്കാൻ മുന്നേറിക്കൊണ്ടിരുന്നത്. എക്സ്ട്രീം നാഷണലിസം എന്നാണ്, അതിതീവ്രമായിട്ടുള്ള ദേശീയത. അപ്പോൾ ഓരോ രാജ്യവും തങ്ങളുടെ രാജ്യമാണ് മികച്ചതെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളോട് വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ പുലർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് മിലിറ്ററി അലയൻസസ് ആണ്. അപ്പോൾ ഓരോ രാജ്യവും തങ്ങളുടേതായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി പല സഖ്യങ്ങളിലേക്ക് പ്രവേശിച്ചു. രാജ്യങ്ങൾ ചേർന്ന ഒരു അലയൻസസ് രൂപീകരിക്കുക, സഖ്യങ്ങൾ രൂപീകരിക്കുക ചെയ്തു. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റയും. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് പറയും കേട്ടോ. അലയൻസ് എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറിയാണ്. ട്രിപ്പിൾ എൻറ്റൻറ്റെ എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളുമായിട്ട് സഖ്യങ്ങൾ ഉണ്ടാക്കുകയും ശക്തമായിട്ടുള്ള സാമ്രാജ്യത്വ സ്ഥാപനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു റീസൺ എന്ന് പറയുന്നത് ഫ്രാൻസ് ഫെർഡിനാൻഡിൻ്റെ വധം. അതായത് ഓസ്ട്രിയ ഹംഗറിയുടെ ഭരണാധികാരിയായിട്ടുള്ള രാജകുമാരൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സരോജവ എന്ന നഗരം സന്ദർശിക്കുകയും 1914 അവിടെ വെച്ച് അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ആണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പെട്ടെന്നുണ്ടായൊരു കാരണം. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ ലോകം മുഴുവൻ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നുള്ളൊരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. IEMA എന്ന് ഓർക്കുക. ഇതിൻ്റെ കോസസിനെ കുറിച്ച് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ I എന്ന് പറയുന്നത് ഇമ്പീരിയലിസം, E എന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം, അതിതീവ്രമായ ദേശീയത, M എന്ന് പറയുന്നത് മിലിറ്ററി അലയൻസസ്, A എന്ന് പറയുന്ന അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മിലിറ്ററി അലയൻസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 2 മിലിറ്ററി അലയൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റയും. ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻറ്റൻറ്റയോ? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. റിസൾട്ട് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മില്യൺസ് ഡൈഡ്. ലോകമഹായുദ്ധത്തിൻ്റെ ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് മില്യൺസ് ഡൈഡ് എന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഈ സൈനികർക്ക് പുറമെ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അഗ്രികൾച്ചേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഡിസ്ട്രോയിഡ്. ഈ വ്യവസായ കേന്ദ്രങ്ങൾ, ഫാക്ടറികൾ, കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത് റൈസ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ്. അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യൂറോപ്യന്മാർ കീഴടക്കി വെച്ചിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ ആണ്. അതായത് എല്ലാ രാജ്യങ്ങളുടെയും കൂടെയുള്ള ഒരു സംഘടന ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി ഭാവിയിൽ ഒരു യുദ്ധം ഒഴിവാക്കുവാനും ലോക സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുകയാണ് സർവ്വരാജ്യ സഖ്യം, അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. മാഡ്ഫെൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് MADFL അങ്ങനെ ഒരു വേർഡ് ഓർത്തിരിക്കുക. അപ്പോൾ M എന്ന് പറഞ്ഞാൽ മില്യൺസ് ഡൈഡ്, A എന്ന് പറയുന്ന അഗ്രികൾച്ചർ ഡിസ്ട്രോയിഡ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. D എന്ന് പറയുന്ന ഡിക്ലൈൻ ഓഫ് യൂറോപ്പ്, F എന്ന് പറയുന്ന ഫ്രീഡം മൂവ്മെൻറ്റ്, L എന്ന് പറയുന്ന ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ ഇത് ഒരു വേർഡ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സാമിന് ഇതെല്ലാം ഓർത്ത്
മഹായുദ്ധത്തിൻ്റെ റിസൾട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ്. കോസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാറാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ലോകമഹായുദ്ധം കഴിഞ്ഞു. ലോകമഹായുദ്ധം കഴിഞ്ഞ് സർവ്വരാജ്യ സഖ്യമൊക്കെ രൂപീകരിച്ചു. രാജ്യങ്ങളൊക്കെ അല്പം അടങ്ങി അവർ സമാധാനത്തോടൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിശ്ചിത വിജയം നേടാൻ കഴിയാത്ത പോയ രാജ്യങ്ങളും അതുപോലെ തന്നെ പരാജയപ്പെട്ട രാജ്യങ്ങളും സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിട്ട രാജ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുകയാണ്, ഉള്ളിൽ മുറുമുറുപ്പുമായിട്ട് ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് എത്തുന്നത്. അതായത് ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളിൽ എതിർപ്പുകളും അസംതൃപ്തിയൊക്കെ ഇങ്ങനെ പുകഞ്ഞ് അവസാനം അത് വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയാണ്. തൊട്ടെന്ന് വരെയാണ് രണ്ടാം ലോകമഹായുദ്ധം നടന്നത്. 1939 മുതൽ 1945 വരെയാണ്. 1939 തൊട്ട് 1945 വരെയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി പറയുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, വേഴ്സൈൽ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി 1919 ജർമ്മനിയുമായി മറ്റ് വിജയിച്ച രാജ്യങ്ങൾ നടത്തുകയും ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടി അനുസരിച്ചിട്ട് ജർമ്മനിക്ക് പല പ്രദേശങ്ങളും വിട്ടുകൊടുക്കേണ്ടി വന്നു. യുദ്ധത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർ ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. ജർമ്മനിയെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഉടമ്പടികളായിരുന്നു, വിട്ടുവീഴ്ചകളായിരുന്നു ജർമ്മനിക്ക് ചെയ്യേണ്ടി വന്നത്. എന്ത് ചെയ്തു, കടുത്ത അസംതൃപ്തിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജർമ്മനി വളരെ ശക്തമാവുകയും മറ്റു രാജ്യങ്ങളോടുള്ള വൈരാഗ്യം തക്കം കിട്ടിയാൽ ആക്രമിക്കണമെന്നുള്ള രീതിയിലുള്ള മാനസിക നിലയിലേക്ക് ജർമ്മനി എത്തുകയും ചെയ്തു. ഉടമ്പടിയുടെ ഫലമായിട്ട് ജർമ്മനിക്ക് കടുത്ത പിഴ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ജർമ്മനിക്ക് പല പ്രദേശങ്ങളും വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, ജർമ്മനിക്ക് പ്രതികാര ചിന്തയായി. കാര്യം എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിലും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഉറപ്പാക്കുന്നതിലുമൊക്കെ ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. രാജ്യസമാധാനത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടിയും ഉണ്ടാക്കിയ ഈ ലീഗ് ഓഫ് നേഷൻ ഒരു പരാജയമായി മാറുകയാണ്. ശക്തിയേറിയ രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു പോവുകയാണ്. ലീഗ് ഓഫ് നേഷൻ പൂർണ്ണമായും പരാജയമായി മാറുകയാണ്. ഇനി മിലിറ്ററിസം എന്ന് പറയുന്നത് സൈനികവൽക്കരണം. അതായത് ഈ ജർമ്മനി, ഇറ്റലി അതുപോലെയുള്ള രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള സൈനികവൽക്കരണം നടത്തുകയും ശക്തമായിട്ടുള്ള സൈനിക രാജ്യമായി മാറുവാനൊക്കെ ഇവർ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ജർമ്മനിയും ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ. പോയിന്റ് എന്ന് പറയുന്നത് അപ്പീസ്മെൻറ്റ് പോളിസി, അതായത് പീഡന നയം എന്ന് പറയും. അതായത് ജർമ്മനി വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും പല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ ലോകത്തിൻ്റെ മേൽ ചുമത്തുകയൊക്കെ ചെയ്യുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെങ്കിലും അഡോൾഫ് ഹിറ്റ്ലറിനെ ഇത് വളരെ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാണ്ടായ കാരണം എന്ന് പറയുന്നത് ജർമ്മനി പോളണ്ടിനെ 1939 ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തു, ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു മെമ്മറി ട്രിക്ക് പറഞ്ഞുതരാം. TL മാപ്പ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. T എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വേഴ്സൈൽ, L എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻ ഫെയിലിയർ, M എന്ന് പറയുന്നത് മിലിറ്ററിസം, A എന്ന് പറയുന്ന അപ്പീസ്മെൻറ്റ് പോളിസി, P എന്ന് പറയുന്ന പോളണ്ട് ഇൻവേഷൻസ്. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിലവിൽ വന്ന 2 മിലിറ്ററി അലയൻസസ് ഏതൊക്കെയായിരുന്നു? സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ആക്സിസ് പവേഴ്സും ആലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇനി അലൈഡ് പവേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് വരുന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുതേ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വന്നിരുന്ന മിലിറ്ററി അലയൻസസ് ആരൊക്കെയായിരുന്നു? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡൻ്റെയും. ട്രിപ്പിൾ അലയൻസിൽ ആരൊക്കെയായിരുന്നു? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആയിരുന്നു. എന്നാൽ ട്രിപ്പിൾ എൻഡൻ്റെയിൽ ഏതൊക്കെയായിരുന്നു വന്നിരുന്നത്? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു. മാറിപ്പോകരുത്, ഇങ്ങനെ അടുത്തടുത്ത് എഴുതിയിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇനി അടുത്തത് റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ട് എന്താണ്? ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് പീപ്പിൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിച്ചു. അത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ പോലെ തന്നെയാണ്. രണ്ടാമത് യൂറോപ്യൻ ഇക്കോണമി കൊളാപ്സ്ഡ്. ഇന്ന് വരെ വളരെ ഹീറോ ആയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും, സാമ്രാജ്യത്വ ശക്തികളിൽ പലതും എന്ത് ചെയ്തു, അവരുടെ സാമ്പത്തിക മേഖല പൂർണ്ണമായിട്ട് തകർന്നു പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ രക്ഷകനെ പോലെ ആരവിടെ വരുന്നത്? അമേരിക്ക എൻട്രി ചെയ്യുന്നത്. മനസ്സിലായോ? അവർക്ക് അമേരിക്കയിൽ നിന്ന് പണം കടമെടുക്കുകയും യുദ്ധം നടത്തുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് വന്നു. ഇനി അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ കോളനീസ് ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. കോളനികളിൽ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെടുകയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവയെല്ലാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. 1945 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട നമ്മുടെ സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ വലിയൊരു പരാജയമായി മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ
കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ നിലവിൽ വരികയാണ്. അതുപോലെ എന്ത് ചെയ്യുകയാണ്, രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്തു, ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും രാജ്യത്തിൻ്റെ സമാധാനവും ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതെയുമുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റൈസ് ഓഫ് USA ആൻഡ് USSR. റഷ്യയും അമേരിക്കയും വളരെ ശക്തമായുള്ള രാജ്യമായിട്ട് എഴുന്നേറ്റ് വരികയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. വരെ ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ ശക്തി നഷ്ടപ്പെടുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായിട്ടും തകർന്നടിയുകയും അമേരിക്കയുടെയും റഷ്യയുടെയും മുന്നിൽ സഹായത്തിനായിട്ട് കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയുമൊക്കെ എന്ത് ചെയ്യുകയാണ്, വരികയാണ്. ഈ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വാട്ട് ഈസ് കോൾഡ് വാർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് USA ആൻഡ് സോഷ്യലിസ്റ്റ് USSR ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. അപ്പം വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഉണ്ടായ ആശയപരമായിട്ടുള്ളൊരു സംഘർഷമാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ഈ കോൾഡ് വാർ ആരൊക്കെ തമ്മിലായിരുന്നു? മുതലാളിത്ത രാജ്യമായിട്ടുള്ള USA-യും അതുപോലെ തന്നെ തൊഴിലാളിത്ത രാജ്യമായിട്ടുള്ള സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള USSR-ഉം റഷ്യയും തമ്മിലായിരുന്നു. ആയുധങ്ങളൊന്നും എടുത്തുള്ളൊരു യുദ്ധമല്ലായിരുന്നു, ആശയപരമായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പം ലോകം ശരിക്കും പറഞ്ഞാൽ രണ്ട് ചേരിയിലായി പോവുകയായിരുന്നു ഈ ഒരു ആശയത്തിൻ്റെ സ്വാധീനം കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫൈനാൻസ് ക്യാപിറ്റലിസം? ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? It is an economic system where banks, stock markets and financial institutions dominated the economy. അപ്പോൾ ഇതൊരു ഇക്കോണമിക് സിസ്റ്റമാണ്. അതായത് ബാങ്കുകൾ, സ്റ്റോക്ക് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഇവയൊക്കെ സമ്പദ് വ്യവസ്ഥയെ ഭരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളും സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇക്കോണമിക് സിസ്റ്റമാണ് ഈ ഒരു ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടൻസ് ഓഫ് കേപ്പ് ബോജഡോർ. ബോജഡോറിൻ്റെ പ്രാധാന്യം എന്താണ്? ബോജഡോർ മുനമ്പിൻ്റെ പ്രത്യേകത എന്താണിത്? ഒന്നാമത് ലൊക്കേറ്റഡ് ഓൺ ആഫ്രിക്കൻ കോസ്റ്റ്. ആഫ്രിക്കൻ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന ക്രോസ് ചെയ്താൽ വളരെ അപകടകരമാണെന്ന് തന്നെ ആയിരുന്നു നാവികർ വിശ്വസിച്ചിരുന്നത്, അക്കാലത്ത് നാവികർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള ഗിൽ ഈനസ് 1434 ഇവരെ ക്രോസ് ചെയ്യുകയാണ്. അതോടുകൂടെ വലിയൊരു ഡോറാണ്, വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു വാതിലാണ് തുറന്നത്. ആഫ്രിക്കൻ പരിവേഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡോറ് തുറക്കപ്പെടുകയാണ് ആ ഒരു ക്രോസിങ്ങിലൂടെ സംഭവിച്ചത്. 3 പോയിന്റ്സാണ് നിങ്ങളിവിടെ പറയേണ്ടത്. ലൊക്കേറ്റഡ് ഓൺ ആഫ്രിക്കൻ കോസ്റ്റ്. ഇതെവിടെയായിരുന്നു ലൊക്കേറ്റ് ചെയ്ത്? ആഫ്രിക്കൻ കോസ്റ്റിലാണ്, ആഫ്രിക്കൻ തീരപ്രദേശത്തിലാണ്. പോർച്ചുഗീസ് ക്രോസ്ഡ് ഇറ്റ് ഇൻ 1434. 1434 പോർച്ചുഗീസുകാർ ഇത് ക്രോസ് ചെയ്തത്. ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ളൊരു പോരാട്ടം നമ്മൾ കണ്ടല്ലോ, കോൾഡ് വാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് വാർ അല്ലായിരുന്നു. ഇത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഐഡിയ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ആ ഒരു കോൺഫ്ലിക്റ്റാണ് അവിടെ നടന്നത്. അപ്പോൾ ഇതെന്നാണ് അവസാനിച്ചത്? 1991. ഏജിൽ കോളനിവൽക്കരണമൊക്കെ അവസാനിച്ചുവെങ്കിലും പുതിയ രീതിയിലുള്ള ഒരു കോളനി ആഴ്ചയും അതുപോലെ തന്നെ സമ്പന്ന രാജ്യങ്ങളുടെ ഒരു മേൽക്കോയ്മയൊക്കെ നമുക്ക് പുതിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് നിയോ കൊളോണിയലിസം എന്നാണ് അറിയപ്പെടുന്നത്. നിയോ കൊളോണിയലിസം ന്യൂ ഫോം ഓഫ് കൺട്രോൾ യൂസിങ് ഫൈനാൻഷ്യൽ എയ്ഡ് ആൻഡ് എക്കോണമിക് ഇൻഫ്ലുവൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ് റൂൾ. അപ്പം ഡയറക്റ്റ് റൂളായിട്ടല്ല, പരോക്ഷമായ രീതിയിൽ ഫൈനാൻഷ്യലായിട്ടുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ സമ്പന്ന രാജ്യങ്ങൾ അവികസിതവും വികസ്വരവുമായിട്ടുള്ള രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ നിയോ കൊളോണിയലിസം എന്നറിയപ്പെടുന്നത്. നോട്ടായിട്ട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, അത് പറയാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അതായത് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് എയ്തർ USA ഓർ USSR ഡ്യൂറിങ് ദ കോൾഡ് വാർ. കോൾഡ് വാറിൻ്റെ സമയത്ത് USA-നെയോ USSR-നെയോ സപ്പോർട്ട് ചെയ്യാത്ത, രണ്ടിലും പെടാത്ത ഒരു മൂവ്മെൻറ്റിനെയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഫിനാൻസ് ക്യാപിറ്റലിസം. വാട്ട് ഈസ് ഫിനാൻസ് ക്യാപിറ്റലിസം? ഫിനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം where financial institutions like banks, insurance companies and stock markets play the main role in the economy. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റുമൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ സിസ്റ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്നും എന്ത് ചെയ്യുകയാണ്, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ, ഈ വികസന രാജ്യങ്ങളെയും ചൂഷണം ചെയ്യുന്നൊരവസ്ഥ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോളനിവൽക്കരണം, കൊളോണിയലൈസേഷൻ തന്നെയാണ്.
ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തത് എക്സ്പ്ലെയിൻ മെർക്കൻറ്റിലിസം. രണ്ടാമത് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ, എക്സ്പ്ലെയിൻ കോസസ് ഓഫ് ദ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ. അടുത്തത് എക്സ്പ്ലെയിൻ ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. ക്വസ്റ്റിന് ആൻസർ ഞാൻ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എന്തായാലും സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.